ലോകത്തെ മുൾമുനയിൽ നിർത്തിയ പശ്ചിമേഷ്യയിൽ മുൾമുനയെ നിർത്തിയ 12 നാൾ യുദ്ധം അവസാനിച്ചു. 12 നാൾ യുദ്ധത്തിൽ വിജയിച്ചത് ഇറാൻ. അമേരിക്കയോടും ഇസ്രായേലിനോടും കട്ടയ്ക്ക് പിടിച്ചു നിന്നു ഇറാൻ. അതിനുശേഷം ഖൊമൈനി ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊടുങ്കാറ്റായി മാറുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭീഷണി മുമ്പ് തന്നെ താൻ തിരിച്ചറിഞ്ഞുവെന്നും അതിനനുസരിച്ച് തൻ്റെ സൈന്യത്തെ അണിയിച്ച് ഒരുക്കിയെന്നും ഖൊമൈനി പറഞ്ഞിരിക്കുന്നു. അമേരിക്കയുടെ മുഖത്തടിച്ച ശേഷമാണ് ഇറാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയത്. കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളും കടുത്ത വെല്ലുവിളിയും ഇറാൻ ജനത അനുഭവിക്കുകയാണ്. ഇറാൻ ജനത അനുഭവിച്ച വെല്ലുവിളികൾ അപാരമാണ്. ആ വെല്ലുവിളികളെയെല്ലാം തരണം ചെയ്യാൻ തനിക്ക് കഴിഞ്ഞുവെന്ന് ഖൊമൈനി പറഞ്ഞു. വിദേശ മാധ്യമങ്ങൾ പലതും എഴുതി പിടിപ്പിച്ചു. ട്രംപ് എന്ന് പറഞ്ഞത് ഖൊമൈനി ജീവിച്ചിരിക്കുന്നത് തൻ്റെ കാരുണ്യം കൊണ്ടാണെന്നാണ്. അതിന് അദ്ദേഹം കൃത്യമായി മറുപടി കൊടുത്തു. ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഇറാൻ തകർത്തുവെന്ന് ഖൊമൈനി അവകാശപ്പെട്ടു. ഇറാൻ്റെ ആണവ നിലയങ്ങൾക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിച്ചില്ല. ഇറാൻ്റെ ആണവ നിലയങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ പ്രവർത്തനം ആരംഭിക്കും. മാത്രമല്ല, ആണവായുധം ഇറാൻ സ്വന്തമായി തന്നെ നിർമ്മിക്കും. അതിന് മറ്റ് രാജ്യങ്ങളുടെ സഹായം തേടില്ല. ട്രംപ് പറയുന്നത് തൻ്റെ ജീവൻ ട്രംപ് നൽകിയ ഭിക്ഷയാണെന്നാണ്. തൻ്റെ ജീവൻ സംരക്ഷിച്ചത് ഇറാൻകാരാണ്. ഇറാനികൾ തൻ്റെ ജീവൻ സംരക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ആ അവകാശവാദത്തെയും ഖൊമൈനി തള്ളിക്കളഞ്ഞു. ട്രംപിൻ്റെ മുഖത്ത് താൻ കൊടുത്ത അടിയാണ് ഖത്തറിലെ ഏറ്റവും പ്രശസ്തമായ സൈനിക താവളത്തിന് നേരെ നടത്തിയ ആക്രമണം. ആ ആക്രമണത്തിൽ ഇറാൻ അയച്ച 14 മിസൈലുകളിൽ 2 ലക്ഷ്യം കണ്ടു. ട്രംപ് യുദ്ധം നിർത്താൻ ഇറാനുമായി ബന്ധപ്പെട്ടുവെന്നും ഇറാൻ പ്രതിരോധ മന്ത്രിയുമായും വിദേശകാര്യ മന്ത്രിയുമായും ബന്ധപ്പെട്ടുവെന്നും, പക്ഷേ ഇറാൻ ഏകപക്ഷീയമായി യുദ്ധം നിർത്തിയില്ലെന്നും ഖൊമൈനി വ്യക്തമാക്കി. ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം അവസാന മിസൈലുകളും ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തുകൊണ്ടാണ് യുദ്ധം അവസാനിപ്പിച്ചത്. ഖൊമൈനി എന്ന വൃദ്ധ യോദ്ധാവിൻ്റെ വാക്കുകൾ ലോകം ഇപ്പോൾ കോരിത്തരിപ്പോടെ കാണുകയാണ്. അമേരിക്കയുടെ സാമ്രാജ്യ ശക്തിക്ക് നേരെ ഇറാൻ നേടിയ വിജയം ലോകത്തിന് തന്നെ വിജയമാണ്. ട്രംപ് മുഖം മിനുക്കാൻ പലതും പറഞ്ഞ് നടക്കുന്നു. ഇറാൻ്റെ ആണവ നിലയങ്ങൾ തകർത്തു, ഖൊമൈനിയുടെ ജീവൻ തങ്ങളുടെ ഭിക്ഷയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ട്രംപ് മേനി നടിക്കുന്നത്. പക്ഷേ അതിന് കൃത്യമായി ഖൊമൈനി മറുപടി കൊടുത്തിരിക്കുന്നു. ഇറാനോട് ട്രംപ് യാചിച്ചു യുദ്ധം നിർത്താൻ. അങ്ങനെ ഞങ്ങൾ യുദ്ധം നിർത്തി. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ തങ്ങളുടെ മിസൈൽ പരിധിക്ക് ഉണ്ടെന്നും മിസൈൽ പരിധിക്കുള്ളിലാണെന്നും ഖൊമൈനി പ്രഖ്യാപിച്ചു. ഖൊമൈനിയുടെ വാക്കുകൾ ലോകം ശ്രദ്ധയോടെ കാണുന്നു. ഇസ്രായേലിന് ഒന്നും പറയാനില്ല. ഇറങ്ങിത്തിരിച്ചു, അടിവാങ്ങി. ട്രംപ് ഇപ്പോൾ മുഖം മിനുക്കാൻ പറയുന്നു ഇറാൻ്റെ ആണവ നിലയങ്ങൾ തകർത്തുവെന്ന്. പക്ഷേ ട്രംപ് തന്നെ അറിയാതെ പറഞ്ഞുപോയി. ആണവ നിലയങ്ങൾ തകർക്കുന്നതിന് മുമ്പ് ആണവ സാമഗ്രികൾ, യുറേനിയം അടക്കമുള്ള ആണവ സാമഗ്രികൾ ഇറാൻ മാറ്റിയെന്ന്.
ഖൊമൈനി പറയുന്നു, തങ്ങളുടെ ആണവ സാമഗ്രികളും ഫോർദോ ആണവ നിലയത്തിന് പ്രധാനമായും അമേരിക്ക പ്രധാനമായും തകർക്കാൻ ശ്രമിച്ച ഫോർദോ ആണവ താവളവും ഒക്കെ സുരക്ഷിതം ആണെന്ന് ദിവസങ്ങൾക്കുള്ളിൽ അത് പുനരാരംഭിക്കുമെന്നും ഖൊമൈനി പറയുന്നു. ട്രംപിൻ്റെ വാക്കുകൾ പച്ച കള്ളം തന്നെയാണ്. ഇറാനെ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. യുദ്ധത്തിൽ മരണമടഞ്ഞ ഇറാൻ സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ലക്ഷക്കണക്കിന് ഇറാനികളാണ് എത്തിയത്. യുദ്ധത്തിൽ മരണമടഞ്ഞ ഇറാൻ സൈനികർക്കും ഇറാൻ ജനതയ്ക്കും അവർ ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരൊറ്റ മന്ത്രം മാത്രം: ജയ് ഇറാൻ, ഇറാൻ ജയിക്കട്ടെ. അതാണ് ഖൊമൈനി ഒരു കാലത്ത് ഇറാഖിനോട് യുദ്ധം ചെയ്തപ്പോൾ, ഇറാഖും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഇറാഖിൻ്റെ പിന്നിലായിരുന്നു. 8 വർഷം ആ യുദ്ധം നീണ്ടുനിന്നു. 8 വർഷത്തെ യുദ്ധത്തിനൊടുവിൽ ഇറാഖിനെ തോൽപ്പിച്ച് ഖൊമൈനി വിജയത്തിൻ്റെ പതാക നാട്ടി. വിജയത്തിൻ്റെ പതാകയും പ്രതികാരത്തിൻ്റെ പതാകയും ഉയർത്തുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അമേരിക്ക ഇറാനെ ആക്രമിച്ചപ്പോൾ നിസ്സംശയം ഇറാൻ അമേരിക്കയോട് യുദ്ധം പ്രഖ്യാപിച്ചു. ഖൊമൈനി ഇന്ന് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഇന്നാണ് അദ്ദേഹം പുറത്തു വന്നത്. അദ്ദേഹം സുരക്ഷിത താവളത്തിൽ ആയിരുന്നു. തൻ്റെ ജീവൻ ആരുടെയും ഭിക്ഷയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്കയ്ക്ക് കൊടുത്ത ടെസ്റ്റ് ഡോസാണ് ഖത്തറിലെ അമേരിക്കൻ താവളത്തിന് നേരെ നടത്തിയ ആക്രമണമെന്നും അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞു. പച്ചയ്ക്ക് തന്നെ ഖൊമൈനി എല്ലാം പറഞ്ഞിരിക്കുന്നു. ഖൊമൈനി അമേരിക്കയെ വീണ്ടും വെല്ലുവിളിച്ചിരിക്കുന്നു. ഇനിയും ഒരു യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ സൈനിക ശേഷിക്കും ഞങ്ങളുടെ സൈനിക കരുത്തിനും ഒന്നും ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ മിസൈലുകൾ റെഡിയാണ് ഇപ്പോഴും ഒരു യുദ്ധം നടത്താൻ. ട്രംപ് മുഖം രക്ഷിക്കാൻ പറഞ്ഞ വാക്കുകളാണെന്ന് വ്യക്തം. കാരണം തോൽവി എന്തെന്ന് അമേരിക്കയും തിരിച്ചറിഞ്ഞിരിക്കുന്നു. തോൽവിയുടെ രസതന്ത്രം എന്തെന്ന് അമേരിക്ക ആദ്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. തോൽവി സമ്മതിക്കാൻ ട്രംപിന് കഴിയില്ല. അമേരിക്കക്കാർ എടുത്തിട്ട് അലക്കും, പ്രതിപക്ഷം എടുത്തിട്ട് അലക്കും. അമേരിക്ക വരുത്തിവെച്ച ഉപരോധങ്ങൾ, അമേരിക്ക വരുത്തിവെച്ച വിനകൾ, അമേരിക്കൻ ആക്രമണം എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് ഇറാൻ ജനതയ്ക്ക് മുമ്പിൽ ഖൊമൈനി പ്രത്യക്ഷപ്പെടുമ്പോൾ അയാളൊരു കൊടുങ്കാറ്റായി മാറുകയാണ്.